ഫ്ലോറിഡയിൽ സ്വവർഗ അനുരാഗികളുടെ നിശാ ക്ലബിലുണ്ടായ വെടിവയ്പ്പിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഏറ്റെടുത്തു. IS പോരാളിയാണ് ആക്രമണം നടത്തിയതെന്ന് ഭീകരർ അവകാശപ്പെട്ടു. എന്നാൽ ആക്രമണം നടത്തിയ ഒമർ മദീൻ എന്ന യുവാവിന് ISുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. FBI സംഘം കേസ് അന്വേഷിക്കും. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഫ്ലോറിഡയിലെ സ്വവർഗാനുരാഗികളുടെ നിശാ ക്ലബിൽ അതിക്രമിച്ചു കടന്ന യുവാവ് വെടിയുതിർത്തത്. വെടിവയ്പിൽ 50 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ ഒർലാൻഡോയിലെ പൾസ് ക്ലബിൽ കടന്ന തോക്കുധാരി ചുറ്റുപാടും വെടിയുതിർക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ഫ്ലോറിഡയിൽ താമസക്കാരനായ ഒമർ സാദിഖ് മാറ്റിനാണ് വെടിവയ്പ് നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ഭീകരസംഘടനയായ ISനോട് അനുഭാവമുള്ള ട്വിറ്റർ അക്കൌണ്ടിൽ യുവാവിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടതോടെ ഭീകരാക്രമണമാണെന്ന സംശയം ശക്തമായി. എന്നാൽ ആക്രമിക്ക് ISുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ FBI ഇയാളെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒർലാൻഡോയിൽ വെള്ളിയാഴ്ച രാത്രി യുവഗായിക ക്രിസ്റ്റീന ഗ്രിമ്മി സംഗീത പരിപാടിക്ക് ശേഷം യുവാവിന്റെ വെടിയേറ്റു മരിച്ചതിനു പിന്നാലെയാണ് ഇന്നലത്തെ കൂട്ടക്കൊല. സെപ്റ്റംബർ 11 ന്യൂയോർക്ക് ആക്രമണത്തിനു ശേഷം അമേരിക്ക നടങ്ങിയ ഏറ്റവും വലിയ കൂട്ടക്കൊലയായി ഫ്ലോറിഡയിലെ നിശാ ക്ലബ് ആക്രമണം. ഇന്റർനാഷണൽ ഡെസ്ക്. 2002 ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊല കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ ശിക്ഷ എപ്പോൾ പ്രഖ്യാപിക്കണമെന്ന കാര്യത്തിൽ പ്രത്യേക കോടതി ഇന്ന് തീരുമാനമെടുക്കും. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട 11 പേരുൾപ്പെടെ 24 പ്രതികൾ കുറ്റക്കാരാണെന്ന് ഈ മാസം 2 കോടതി വിധിച്ചിരുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണം എന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. തെറ്റുതിരുത്താൻ അവസരം നൽകണം എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അതേസമയം കലാപത്തിന് ഇരയായവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. 2002 ഫെബ്രുവരി 28 നടന്ന കൂട്ടക്കൊലയിൽ കോൺഗ്രസ് MP ഇഹ്സാൻ ജാഫ്രി ഉൾപ്പെടെ 69 പേരാണ് കൊല്ലപ്പെട്ടത്. പെരുമ്പാവൂർ കൊലപാതകത്തിന്റെ അന്വേഷണം ബംഗ്ലാദേശ് സ്വദേശിയിലേക്ക്. ജിഷയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന വ്യക്തിയെ തേടി അന്വേഷണ സംഘം ഝാർഖണ്ഡിലേക്ക് തിരിച്ചു. അതിനിടെ ജിഷയുടെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള പോലീസിന്റെ ശ്രമം പരാജയപ്പെട്ടു. ബംഗ്ലാദേശ് സ്വദേശിയായ യുവാവ് ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾക്കൊപ്പമായിരുന്നു പെരുമ്പാവൂരിൽ താമസിച്ചിരുന്നത്. ജിഷ കൊല്ലപ്പെട്ട ദിവസമടക്കം 9 തവണ ജിഷയുടെ നമ്പറിലേക്ക് ഇയാൾ മിസ്ഡ് കോൾ അടിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യ അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും കൊലപാതകം സംബന്ധിച്ച് വ്യക്തത ലഭിക്കാത്തതിനാൽ വിട്ടയക്കുകയായിരുന്നു. പിന്നീടെത്തിയ ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചതോടെയാണ് ഇയാൾ മുങ്ങി എന്ന് വ്യക്തമായത്. ഫോൺ കോൾ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിൽ ഈ വ്യക്തി ജാർഖണ്ഡ് വരെ ഇതേ നമ്പർ ഉപയോഗിച്ചിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ച അന്വേഷണത്തിനായി സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ജാർഖണ്ഡിലേക്ക് തിരിച്ചു. സൈബർ സെല്ലിലെ വിദഗ്ധരും സംഘത്തിലുണ്ട്. എന്നാൽ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ഇയാളുടെ വിരലടയാളം DNA തുടങ്ങിയ പരിശോധിക്കാതിരുന്നത് ഇപ്പോഴത്തെ അന്വേഷണത്തിന് തിരിച്ചടിയാവുകയാണ്. ഫോൺ കോൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ ജിഷയുമായി ഈ വ്യക്തിക്ക് മുൻപരിചയമുണ്ടായിരുന്നുവെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അതിനിടെ ജിഷയുടെ അമ്മ രാജേശ്വരിയെ വിശദമായി വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ഇവർ മാനസിക അസ്വസ്ഥത കാണിച്ചതിനാൽ പോലീസ് പിന്മാറുകയായിരുന്നു. തുടർന്ന് മാനസിക വിദഗ്ധന്റെ സഹായത്തോടെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിനോടും ഇവർ സഹകരിച്ചില്ല. എന്നാൽ രാജേശ്വരിയെ ആശുപത്രിയിൽ നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും വെച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിക്കെതിരെ കൊച്ചി റേഞ്ച് IG ആയിരുന്ന മഹിപാൽ യാദവ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജിഷ വധക്കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് IG മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ഉത്തരവിട്ടിരുന്നു. അന്വേഷണത്തിൽ വീഴ്ചയുണ്ട് എന്ന പരാതിയിലായിരുന്നു വിശദീകരണം തേടിയിരുന്നത്. എന്നാൽ കേസിൽ ഇടപെടാനും ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനും അതോറിറ്റിക്ക് അധികാരമില്ല എന്നാണ് IGയുടെ വാദം. ഹർജിയിൽ കോടതി നേരത്തെ വാദം കേട്ടിരുന്നു. കണ്ണൂർ നഗരസഭയിൽ ഡെപ്യൂട്ടി മേയർക്കെതിരെ ഇന്ന് അവിശ്വാസ പ്രമേയം പാസാക്കും. കോൺഗ്രസ് വിമതൻ PK രാഗേഷ് ഡെപ്യൂട്ടി മേയറായേക്കും. ജോഷില കണ്ണൂരിൽ നിന്ന്. ജോഷില, വിശദാംശങ്ങൾ. അരുൺ, കണ്ണൂർ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർക്കെതിരെ LDF അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. ഇന്ന് 11 മണിയോടെയായിരിക്കും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക. മുസ്ലിം ലീഗിലെ C സമീറിനെതിരെയാണ് അവിശ്വാസ പ്രമേയം. LDFനും UDFനും 27 സീറ്റുകളാണ് ഇപ്പോൾ നിലവിൽ കോർപ്പറേഷനുള്ളത്. സ്വതന്ത്രനായ PK രാഗേഷിന്റെ വോട്ടായിരിക്കും അവിശ്വാസ പ്രമേയത്തിൽ പ്രധാന ഘടകമാവുക. മേയർ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി വോട്ട് ചെയ്ത PK രാഗേഷ് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് വിട്ടുനിൽക്കുകയായിരുന്നു. അതോടെ നറുക്കെടുപ്പിലൂടെ ലീഗിലെ C സമീർ ഡെപ്യൂട്ടി മേയർ പദവിയിലെത്തുകയും ചെയ്യുകയായിരുന്നു. അതേസമയം കോർപ്പറേഷനിലെ മറ്റ് പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നതിന് ഡെപ്യൂട്ടി മേയർ തടസ്സം നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള അവിശ്വാസ പ്രമേയമായിരിക്കും LDF അവതരിപ്പിക്കുക. കോൺഗ്രസിൽ നിന്നും വിമതനായി മാറി പുറത്തിറങ്ങിയ രാഗേഷുമായി ഇതിനിടെ കോൺഗ്രസ് അനുരഞ്ജന ചർച്ച നടത്തിയെങ്കിലും പരാജയമായിരുന്നു.
6 വർഷത്തേക്ക് രാഗേഷിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ചിരുന്നു രാഗേഷ്. LDF-ലെ NL ബാലകൃഷ്ണനാണ് 11 മണിക്ക് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക. ചർച്ചയ്ക്ക് ശേഷം പ്രമേയം വോട്ടിനിടും. അതിനിടെ ഡെപ്യൂട്ടി മേയർ C. സമീർ രാജിവെക്കുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. എന്തായാലും 11 മണിക്ക് വോട്ടിന് ശേഷം മാത്രമായിരിക്കും ഡെപ്യൂട്ടി മേയർ പദവി ആർക്കാണ് ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുക. PV ജോഷില, കണ്ണൂരിൽ നിന്ന്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 47 ദിവസമാണ് യന്ത്രബോട്ടുകൾക്ക് മീൻ പിടിക്കുന്നതിന് ഇത്തവണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം. മൺസൂൺ സമയത്തെ ഈ 1.5 മാസക്കാലം മീനുകളുടെ പ്രജനമാസമായതിനാലാണ് യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മീൻ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പരമ്പരാഗത രീതിയിൽ മീൻ പിടിക്കാം. സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിലെല്ലാം തന്നെ ട്രോളിംഗ് നിരോധനത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ മത്സ്യങ്ങളുടെ പ്രജനന കാലഘട്ടമാണ് ജൂൺ മുതൽ ജൂലൈ മാസം വരെയുള്ള സമയം. അപ്പോൾ മത്സ്യസമ്പത്ത് സംരക്ഷിക്കപ്പെടുക എന്നത് എല്ലാവരുടെയും ആവശ്യകതയായതുകൊണ്ട് അതിനുകൂടിയാണ് ഈ ട്രോളിംഗ് നിരോധനം. സംസ്ഥാനത്താകെ 6397 യന്ത്രവൽകൃത ബോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് വരുന്ന 1.5 മാസം വറുതിയുടെ കാലമാണ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യും. ട്രോളിംഗ് നിരോധനം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്നവരെ പിടികൂടാൻ മെറൈൻ എൻഫോഴ്സ്മെന്റ് പൂർണ്ണസമയം പട്രോളിംഗ് നടത്തും. തീരദേശ പോലീസും എല്ലാ സന്നാഹങ്ങളുമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മതനിരപേക്ഷ അഴിമതി വിരുദ്ധ നിലപാടുകൾക്ക് പിന്തുണയുമായി മുസ്ലിം ലീഗ് നേതാക്കൾ PV അബ്ദുൽ വഹാബ് MP, MK മുനീർ MLA എന്നിവരാണ് പിണറായിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. കോഴിക്കോട്ട് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ സ്വീകരണ സമ്മേളനത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പിണറായിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. മതതീവ്രവാദ ശക്തികളെയും വർഗീയവാദികളെയും നേരിടാനുള്ള പോരാട്ടത്തിൽ പിണറായിക്കൊപ്പം താനും ഉണ്ടാകുമെന്നായിരുന്നു ലീഗ് MLAയും മുൻ മന്ത്രിയുമായ MK മുനീറിന്റെ പ്രഖ്യാപനം. മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള മതനിരപേക്ഷയോടൊപ്പമുള്ള നിലപാടുകളിൽ ഇവിടുത്തെ വർഗീയ ശക്തികളെ നേരിടാൻ, മത തീവ്രവാദ ശക്തികളെ നേരിടാൻ അങ്ങയോടൊപ്പം ഞാനും ഉണ്ടാകും. കൈരളി ചാനൽ രൂപീകരണ ഘട്ടത്തിലെ പിണറായിയുടെ നേതൃപരമായ പങ്കിനെയും അദ്ദേഹത്തിന്റെ വർഗീയ വിരുദ്ധ നിലപാടിനെയും എടുത്തു പറഞ്ഞായിരുന്നു PV അബ്ദുൽ വഹാബ് സംസാരിച്ചത്. പക്ഷെ അന്ന് പറഞ്ഞൊരു സംഗതി എന്നോട് രാഷ്ട്രീയമായി എതിർചേരിയിലാണെങ്കിലും വർഗീയ ഫാഷിസ്റ്റ് ശക്തികളെ എതിർക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒന്നാണ്. അത് ഇന്നും കൈരളി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ചടങ്ങിൽ സംസാരിച്ചവരെല്ലാം രാഷ്ട്രീയ ഭേദമന്യേ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്ക് പിന്തുണയർപ്പിച്ചു. PV കുട്ടൻ, കോഴിക്കോട്. മുഖ്യമന്ത്രി പിണറായി വിജയന് കോഴിക്കോട് LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ നിരവധി പേരാണ് പിണറായിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത്. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കോഴിക്കോട്ട് സ്വീകരണം നൽകിയത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഇതാദ്യമായാണ് പിണറായി കോഴിക്കോട്ട് എത്തിയത്. സർവ്വതല സ്പർശിയായ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചായിരുന്നു പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗം. ശോചനീയമായ സാമ്പത്തിക നിലയുള്ള നാടായി നമ്മുടെ നാട് മാറിയെന്ന് പിണറായി പറഞ്ഞു. അത് പല വികസനങ്ങൾക്കും പ്രതിസന്ധിയായി നിൽക്കുന്നതായും പിണറായി സൂചിപ്പിച്ചു. നാടിന്റെ സാമ്പത്തിക നിലയെ അത്യന്തം ശോചനീയമായ സാമ്പത്തിക നിലയുള്ള ഒരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. ഇത് ഇവിടെ സംഭവിച്ച കെടുകാര്യസ്ഥയുടെ ഭാഗമായി കൂടി ഉണ്ടായിത്തീർന്നതാണ്. കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ദുരവസ്ഥ പരിഹരിക്കും. വിമാനത്താവളത്തിന് ഭൂമി നൽകേണ്ടവരുടെ പ്രയാസങ്ങൾ കണ്ടില്ലെന്ന് നടിക്കില്ലെന്നും അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. വീടും ഭൂമിയുമെന്ന ആദിവാസി പ്രശ്നങ്ങളിൽ ഫലപ്രദമായി ഇടപെടുമെന്നും പിണറായി സൂചിപ്പിച്ചു. സർവ്വമേഖലയിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം സാധ്യമാകുമെന്ന പ്രത്യാശയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലും പിണറായി വിജയന് കോഴിക്കോട്ട് ഉജ്ജ്വല സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കഞ്ചാവിന്റെയും വ്യാജമദ്യത്തിന്റെയും വിൽപ്പന തടയാൻ കർശന നടപടികളുമായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. കഞ്ചാവ് കൈവശം വയ്ക്കുന്നവരെ പിടികൂടാൻ
പിടികൂടിയാൽ ഉടൻ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കേന്ദ്ര നിയമത്തിൽ മാറ്റം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പീപ്പിളിനോട് വ്യക്തമാക്കി. സംസ്ഥാനത്ത് കഞ്ചാവിന്റെ വിൽപ്പനയും ഉപഭോഗവും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എക്സൈസ് ഇന്റലിജൻസിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും. സ്കൂളുകളിലും കോളേജുകളിലും പരാതിപ്പെട്ടികൾ സ്ഥാപിക്കും. നിലവിൽ 1 കിലോയിൽ താഴെ കഞ്ചാവുമായി പിടികൂടിയാൽ ഉടൻ ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇക്കാര്യത്തിൽ നിയമം മാറ്റാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ്. ഇതിനുള്ള പരിശ്രമങ്ങൾ നടത്തും. ഒന്നാമത്തെ കേസുകളുടെ എണ്ണം കൂട്ടണം. കേസുകളുടെ എണ്ണം വളരെ കുറവാണ്. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ ആകെ അവർ പിടിച്ചത് 1500 കേസാണ്. 1500 കേസിൻ്റെ അർത്ഥം ഒരു ദിവസത്തിലെ 4 കേസ് മാത്രം മൊത്തം സംസ്ഥാനത്തിൽ. അതൊക്കെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത കൗണ്ടറുകളുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. കള്ളുഷാപ്പുകളിൽ വ്യാജക്കള്ള് വിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കാൻ തീരുമാനിച്ചതായും ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി. പരാതികൾ 9447178000 എന്ന നമ്പറിൽ ആർക്കും വിളിച്ചറിയിക്കാമെന്നും എക്സൈസ് കമ്മീഷണർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ലളിത കുമാരമംഗലവുമായി ലോയേഴ്സ് യൂണിയൻ നേതാക്കളും മഹിളാ അസോസിയേഷൻ നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നു. കോഴിക്കോടാണ് കൂടിക്കാഴ്ച. പിണറായിയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് ലളിത കുമാരമംഗലം കേരളത്തിൽ എത്തിയിരിക്കുന്നത്. RSSന്റെ താൽപര്യപ്രകാരമാണ് ഇവരുടെ സന്ദർശനമെന്ന് ആരോപണമുണ്ട്. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, വിശദാംശങ്ങൾ. അരുൺ, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ലളിത കുമാരമംഗലം ഇന്ന് രാവിലെയാണ് കോഴിക്കോട്ട് എത്തിയത്. ഇവിടെ നിന്നും ഇവർ അല്പസമയത്തിനകം കണ്ണൂരിലെ പിണറായിലേക്ക് എത്തും. രാഷ്ട്രീയ പ്രേരിതമായ സന്ദർശനമാണ്. RSSന്റെ താല്പര്യപ്രകാരമാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പിണറായിൽ സന്ദർശനം നടത്തുന്നതിലൊരു ആരോപണം ഉണ്ട്. ഈ ഘട്ടത്തിലാണ് പിണറായിൽ നിന്നുള്ള ലോയേഴ്സ് യൂണിയൻ നേതാക്കളും അതുപോലെ തന്നെ മഹിളാ അസോസിയേഷൻ നേതാക്കളും ഇവരെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ, പിണറായി മേഖലയിൽ RSSന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആക്രമണങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ഈ നേതാക്കൾ കമ്മീഷൻ അധ്യക്ഷയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അരുൺ, PV കുട്ടൻ വിവരങ്ങൾ നൽകിയത്. 2 ദിവസമായി മലപ്പുറം മഞ്ചേരിയിൽ നടക്കുന്ന EMSന്റെ ലോകം ദേശീയ സെമിനാർ ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് EMS സ്മാരക പഠന ഗവേഷണ കേന്ദ്രമാണ് 2 ദിവസത്തെ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് അസഹിഷ്ണുതയും വർഗീയതയും സജീവമായ കാലത്ത് EMSന്റെ ചിന്തകൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വർഗീയതയെ തുറന്നു കാണിക്കുന്നതിന്, വർഗീയതയെ എതിർക്കുന്നതിന് ഒരു ഘട്ടത്തിലും പുറകോട്ട് പോകുന്ന നില EMSന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയം വ്യക്തതയോടെ നമ്മുടെ നാടിനെ സ്വീകരിച്ച് നടപ്പാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. പ്രഭാത് പട്നായിക്, CP നാരായണൻ MP, സുനിൽ P ഇളയിടം, P രാജീവ്, KT കുഞ്ഞിക്കണ്ണൻ, KEN, ഹമീദ് ചേന്ദമംഗലൂർ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മന്ത്രി KT ജലീൽ, പാലൊളി മുഹമ്മദ് കുട്ടി തുടങ്ങിയവരും സെമിനാറിൽ സംസാരിക്കുന്നുണ്ട്. സമാപന സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. KPCC മേഖലാ സമിതി യോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേരും. തോൽവി സംബന്ധിച്ച പരിശോധനയാണ് യോഗത്തിൽ നടക്കുക. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുന്നു. സജേഷ്, തോൽവി സംബന്ധിച്ച പരിശോധനയാണോ പ്രാഥമികമായ ലക്ഷ്യം? തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ചേർന്ന KPCC എക്സിക്യൂട്ടീവ് നിയോഗിച്ച 4 മേഖലാ സമിതികളാണ് ഇന്ന് ചേരുന്നത്. 11 മണിക്ക് KPCC അധ്യക്ഷൻ VM സുധീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട മേഖലകളുടെ പരിശോധിക്കുന്ന സമിതിയുടെ തലവൻ ജോൺസൺ എബ്രഹാമാണ്. ഈ രീതിയിൽ ഓരോ മേഖലയിൽ നിന്നും 4 മേഖലയിലായി 3 അംഗങ്ങൾ വീതമാണ് ഈ തോൽവി പരിശോധിക്കുന്നത്. ആലപ്പുഴ മേഖലയിൽ PM സുരേഷ് ബാബുവാണ്. കണ്ണൂരിൽ VA നാരായണനാണ് പരിശോധിക്കുന്നത്. കോഴിക്കോട് മേഖലാ സമിതിയും ഇന്ന് ചേരുന്നുണ്ട്. ഈ 4 സമിതികളും 11 മണിക്ക് ചേരും. കഴിഞ്ഞ ദിവസം ക്യാമ്പ് എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിക്കാൻ ചേർന്നിരുന്നു. അതിൽ KPCC നേതൃത്വത്തിലെ മാറ്റം ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നേതൃമാറ്റമല്ല ആവശ്യം, പകരം കാരണം പഠിക്കുകയാണ് എന്ന നിലപാടാണ് അന്ന് KPCC നേതൃത്വം കൈക്കൊണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച 4 സമിതികളാണിന്ന് 11 മണിക്ക് ചേരുന്നത്. അരുൺ, MR സജേഷ്, തിരുവനന്തപുരത്ത് നിന്ന്.
ചങ്ങനാശ്ശേരിയിൽ പടിഞ്ഞാറൻ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ പരിസ്ഥിതി സമിതിയുടെ അനുവാദം നേടിയെടുക്കുമെന്ന് CF തോമസ് MLA. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ആരോഗ്യമേഖലയുടെ വളർച്ചയ്ക്കുമുള്ള പദ്ധതികൾക്കാണ് ഇക്കുറി മുൻഗണന നൽകുക എന്നും അദ്ദേഹം പറഞ്ഞു. അധ്യാപകനായിരുന്ന CF തോമസ് 1980-ലാണ് ആദ്യമായി ചങ്ങനാശ്ശേരി മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായത്. പിന്നീട് ചങ്ങനാശ്ശേരിക്കാർ മാറി ചിന്തിച്ചില്ല. 35 വർഷക്കാലം മണ്ഡലത്തിന്റെ പ്രതിനിധിയായ CFനെ ഇക്കുറിയും അവർ തെരഞ്ഞെടുത്തു. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പുറമെ ആരോഗ്യമേഖലയുടെ വളർച്ചയ്ക്കുമുള്ള പദ്ധതികൾക്കാണ് CF തോമസ് MLA മുൻഗണന നൽകുന്നത്. ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിൽ അനുഭവപ്പെടുന്ന കുടിവെള്ള പ്രശ്നങ്ങൾ, കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പുതിയ പദ്ധതികൾ ഗവൺമെന്റിൽ സമർപ്പിച്ച് അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കും. ജനറൽ ആശുപത്രിയിലെയും നമ്മുടെ പഞ്ചായത്തുകളിലെ പബ്ലിക് ഹെൽത്ത് സെന്ററുകളിലെയും കുറിച്ചിയിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെയും ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. ചങ്ങനാശ്ശേരിയുടെ സ്വപ്ന പദ്ധതിയായ പടിഞ്ഞാറൻ ബൈപ്പാസിന്റെ പൂർത്തീകരണത്തിനായി പരിസ്ഥിതി സമിതിയുടെ അനുവാദം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പടിഞ്ഞാറൻ ബൈപ്പാസ് ചങ്ങനാശ്ശേരിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. റെയിൽവേയിൽ കൂടി കടന്നു പോകുന്ന ബൈപ്പാസ് ആയതുകൊണ്ട് പരിസ്ഥിതി അനുവാദം കൂടി ആവശ്യമാണ് എന്ന്. കായിക പ്രേമികളുടെ ചിരകാലാഭിലാഷമായ സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കും. തെക്കുംകൂർ രാജവംശത്തിന്റെ ആസ്ഥാനമായ പുഴവാത് കേന്ദ്രമാക്കി പൈതൃക മ്യൂസിയം യാഥാർത്ഥ്യമാക്കുമെന്നും CF തോമസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വയലുകളുടെ നാടെന്നറിയപ്പെടുന്ന വയനാട്ടിൽ വർഷം തോറും നെൽകൃഷി കുറയുകയാണെന്നാണ് കണക്കുകൾ. അരനൂറ്റാണ്ടിന് മുൻപ് 30,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നത് 900 ഹെക്ടറിലും താഴെയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2000 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി കർഷകർ ഉപേക്ഷിച്ചു. നെൽകൃഷി പ്രോത്സാഹന പരിപാടികളും മറ്റും നടക്കുമ്പോഴും ജില്ലയിൽ ഓരോ വർഷവും നെൽകൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായാണ് കണക്കുകൾ. 1970-കളിൽ വയനാട്ടിൽ 30,000 ഹെക്ടർ സ്ഥലത്ത് കർഷകർ നെൽകൃഷി ഇറക്കിയിരുന്നു. 2015 ആയപ്പോൾ അത് 8,630 ഹെക്ടർ സ്ഥലത്തു മാത്രമായി കുറഞ്ഞു. 2014-ൽ 9,200 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷിയുണ്ടായിരുന്നു. കൃഷിവകുപ്പിന്റെ കണക്കുപ്രകാരം ജില്ലയിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 326 പാടശേഖര സമിതികളാണുള്ളത്. നെൽകൃഷി ചെയ്യുന്ന കർഷകരുടെ എണ്ണം 19,569 ആണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി ചെയ്തവരിൽ കുറവുണ്ട്. 1,730 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി നടന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിലാണ്, 1074 ഹെക്ടർ സ്ഥലത്ത്. ഇക്കാലയളവിൽ ഇവിടെയും നെൽകൃഷിയിൽ കാര്യമായ കുറവുണ്ടായി. കൃഷിവകുപ്പും സർക്കാരും കാര്യമായ പ്രോത്സാഹന പരിപാടികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ വയൽനാടായ വയനാട് നെൽകൃഷി ഉൽപ്പാദനത്തിൽ അതിന്റെ പ്രതാപകാലത്തെ മാത്രം ഓർമ്മിക്കേണ്ടി വരും. നെല്ലിന്റെ താങ്ങുവിലയും സംഭരണവും പ്രോത്സാഹന പദ്ധതികളും കാര്യക്ഷമമാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്.